കൊള്ളാമല്ലോ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഗുരുവായൂർക്ക് പോകാം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഗുരുവായൂർക്ക് പോകുന്നത്. ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് വെഡ്ഡിങ് കാർഡ് കണ്ടാലോ. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കല്യാണത്തിൻ്റെ വെഡ്ഡിങ് കാർഡ് ആട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി കളറാണ്, അതിൻ്റെ തീം നല്ല രസമുണ്ട്, ആൻഡ് ഭയങ്കര അടിപൊളി ഒരു സംഭവം. ബസ് സ്റ്റോപ്പിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടി, ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് സീറ്റിംഗ് കിട്ടി. അപ്പം നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് നേരെ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്താന്നുള്ളതാണ്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ വിചാരിച്ചു എന്നാലൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ ഉള്ളൊരു ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. നമ്മൾ വെജിറ്റേറിയൻസ് ഒന്നും അല്ല, ബട്ട് മോർണിംഗ് തന്നെ വെറുതെ നോൺ വെജ് കഴിക്കേണ്ടെന്ന് തോന്നി. സോ അങ്ങനെ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു. ദോശ അടിപൊളിയായിരുന്നു. എനിക്ക് കൂടുതലും ആ ചട്നിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഇവിടെ വന്നപ്പോഴും അഫ്കോഴ്സ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഓൾറെഡി നമ്മൾ നേരത്തെയാണ് എത്തിയത്. അങ്ങനെ എന്തായാലും കുറച്ചു നേരം നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കേണ്ടി വന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ബട്ട് അവിടെ കുറച്ച് വൃത്തിയുടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനല്ലേ, അപ്പൊ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സോ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മുടെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അകത്തേറി. ആൻഡ് പേഴ്സണലി ഞാൻ പറയാലോ, എനിക്ക് ട്രെയിൻ ജേണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ അധികം ട്രെയിനിൽ പോകാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടുന്നതെല്ലാം ഞാൻ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ മറ്റേ ടീ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന ആളോട് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാട്ടോ. നമ്മളെപ്പോൾ ട്രെയിനിൽ ഇരുന്നാലും 24 hours അവരിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, ടീ വേണോ സ്നാക്സ് വേണോ എന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു കാര്യമാണ് ട്രെയിനിൽ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കരുത്. എന്നെ ഒന്നും മേടിച്ച് കഴിക്കാൻ സമ്മതിക്കുകയില്ല. എൻ്റെ അമ്മയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വെള്ളം സഹിതം അമ്മ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലും നോ സമ്മതിക്കില്ല. ബട്ട് എൻ്റെ കാര്യം പറയാലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കാത്ത കാര്യമാണ്. സോ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഈ കാണുന്ന കണിയാപുരമാണ് കേട്ടോ ശരിക്കും എൻ്റെ പ്ലേസ്. പ്രോപ്പർ എന്ന് പറയില്ല, ബട്ട് ഇതുവഴിയൊക്കെയാണ് എന്നും നമ്മൾ പാസ് ചെയ്തൊക്കെ പോകുന്നത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചാൽ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഒരു ലെക്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരി ട്രെയിനിൽ വെച്ചിട്ട് ഇങ്ങനെ കുറെ പേപ്പേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ കുട്ടികളൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്, കുറെ പേര് നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കായിരുന്നു, ഞാനൊക്കെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മേ ബി കുറച്ച് മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ റീൽസ് കാണും, മൂവീസ് കാണും. പുള്ളിക്കാരി ഉണ്ട് ആ ടൈം പോലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നിയത്. ഇടയ്ക്ക് വിശന്നപ്പം കയ്യിലൊരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആളും തിരക്കൊക്കെ കാരണം അമ്മ അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ 7 മണി വരെ വിശന്ന് പൊരിഞ്ഞാണ് ഞാൻ തൃശ്ശൂർ ഇറങ്ങിയത്. ആ നേരെ കാണുന്ന ഹോട്ടലാണ് നമ്മുടെ സ്റ്റേക്കേഷൻസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് പ്രിയങ്ക ഫാൻസി എന്ന് പറയുന്ന ഒരു സ്റ്റോർ, ഇത് ആക്ച്വലി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഈ ഷോപ്പിലോട്ട് അങ്ങ് കയറി. എൻ്റെ പൊന്നോ, എന്നാ കളക്ഷൻസ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറയാലോ, ഞാൻ ട്രിവാൻഡ്രത്ത് ഇത്രയും കളക്ഷൻസ് കണ്ടിട്ടില്ല. അതുമാതിരി ഉണ്ടായിരുന്നു, അത്ര അടിപൊളിയായിരുന്നു. എല്ലാ സാധനങ്ങളും ഡസൻ കണക്കിനാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു.
അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ വന്ന സ്ഥലം പറയാൻ മറന്നു. ഇതാണ് പ്രോപ്പർ ഗുരുവായൂർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ ആ പ്രിയങ്ക ഫാൻസി വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഫൈനലി വി റീച്ച് ദ ഹോട്ടൽ. അപ്പൊ എന്തായാലും നമുക്ക് റൂം ആണ്. നമുക്ക് ഈ റൂം അറേഞ്ച് ചെയ്ത് തന്നതൊക്കെ നമ്മുടെ കല്യാണച്ചക്കന്റെ വീട്ടുകാരാണ്. സോ ബിഗ് താങ്ക്സ് ടു വിധു ചേച്ചി ആൻഡ് ഫാമിലി. കാരണം ഇത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല അടിപൊളി ഒരു ഹോട്ടലിൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ടീ ഉണ്ടാക്കി കുടിച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് അമ്മ പറഞ്ഞ ഓൾറെഡി നമുക്ക് ഡിന്നറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പോകാന്നൊക്കെ വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. എനിക്ക് ഈ ബോട്ടിൽ അതിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അത് വെള്ളം തന്നെയാണ് കേട്ടോ. പിന്നെ മിനറൽ വാട്ടറും ഇവിടെ സൈഡിലുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഉണ്ടോ, ഇത് സ്റ്റെറിലൈസ്ഡ് ആണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. സ്റ്റെറിലൈസ്ഡ് ഫോർ യുവർ പ്രൊട്ടക്ഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ആലോചിച്ച സംഭവം എന്താണെന്നോ, നമ്മൾ ന്യൂ ബോൺസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ പാല് കുറുക്കൊക്കെ ഇങ്ങനെ കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് എടുക്കാം. സ്റ്റെറിലൈസ്ഡ് ആണ്, പേടിക്കണ്ട. ആക്ച്വലി ഇറ്റ്സ് റിയലി വെരി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു സംഭവം. ഇവിടെ ബെഡ് സൈഡ് ലോക്കറൊക്കെ ഉണ്ട്, നമുക്ക് ഫോൺ ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹോട്ടൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കോളിംഗ് സംഭവമൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, നല്ല സ്മൂത്ത് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതിരിക്കും നമ്മൾ ഇതിനു മുന്നേ ഇതിലും നല്ല അടിപൊളി സ്ഥലത്തൊന്നും നിന്നിട്ടൊന്നുമില്ല. ദെൻ ഞങ്ങള് ഡിന്നർ കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ നമ്മുടെ സൂപ്പിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. സോ ഫുൾ നല്ല ഫുഡായിരുന്നു. വെജ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു മേ ബി നാളെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് വെഡിങ്. അപ്പൊ എന്തായാലും നോൺ വെജ് ഒക്കെ കഴിച്ചാൽ എല്ലാവർക്കും രാവിലെ അമ്പലത്തിലൊക്കെ പോകണ്ട, അതുകൊണ്ടായിരിക്കണം. ബട്ട് വെജ് ആയിരുന്നിട്ടും ഐ ലൈക്ക് ദാറ്റ് ഫുഡ്. അടിപൊളിയായിരുന്നു. നമ്മൾ ഡിന്നർ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടാട്ടോ കുറെ കൃഷ്ണൻ രാധാ തീമിൽ കുറെ പിക്ചേഴ്സ്, നല്ല അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഓർത്തെ ഞാനൊരു അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാട്ടോ. ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു വ്യൂ കാണാണ്ട് പോയ മോശമല്ലേ. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടോ റോഡും ആ ഒരു ഫുൾ പരിസരം മൊത്തം കാണാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു. കാരണം താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കാണാൻ അവർ നോക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ പതിയെ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. പിന്നെ അമ്മ ഓൾറെഡി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ഓർത്ത ഞാനൊരു സംഭവം കാണിച്ചു കേട്ടോ. ഒരു വാൾ പെയിന്റിങ് നമ്മുടെ മൈപ്പീലിയുടെ തീമില്. സംഭവം നല്ല രസമുണ്ട് കാണാൻ. മിനിമലാണ്, എന്നാലും നൈസാണ്, അടിപൊളി. അങ്ങനെ കുറെ നേരം ഫോണിലൊക്കെ കളിച്ച് വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ വിചാരിച്ചൊരു കോഫി ഉണ്ടാക്കാം. നമ്മുടെ കോഫി റെഡിയായി. അപ്പൊ നമുക്ക് എന്തായാലും അമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കാം. എക്സ്ക്യൂസ് മീ ലേഡി, മധുരം എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. അറിയില്ല, നോക്കിയാണ് അമ്മ കുടിച്ച്. ജസ്റ്റ് സിപ്പ് എടുത്താണ്. മധുരം കറക്റ്റാണോ? പിന്നെ കൊള്ളാമോ? പോടുന്നു. ഷുഗർ തരാം, വെയിറ്റ്. കാരണം അമ്മ നല്ല മധുരം കുടിക്കണോണ്ട് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ ശരിക്കും ഇതെങ്ങനെ ഉണ്ടെന്ന്. എന്റെ എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം ചീറ്റിപ്പോയി. എനിക്കറിയാൻ പാടില്ല ഇനി ബ്രൂവിന്റെ കുഴപ്പമാണോ അതോ പഞ്ചസാര കുറഞ്ഞിട്ടാണോ എന്നറിയില്ല. പിന്നെ അതെല്ലാം കൂടി എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് കുടിച്ചു.
അപ്പോൾ ഓർത്തെ ഒന്ന് ഫ്രഷ് ആകാം, ഒന്ന് കുളിച്ചോക്കെ ആകണമെന്ന്. സത്യത്തിൽ എൻ്റെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ എന്തായാലും അപ്പോൾ ഇവിടുത്തെ ബാത്റൂം കൂടെ ഒന്ന് കാണിക്കാം. കാരണം ആരെങ്കിലും എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമൊക്കെ ഒന്ന് കണ്ടിരുന്നാൽ ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ട് ഇവിടെ 2 ട്രേയില് നമുക്ക് മോയ്സ്ചറൈസിങ് ജെല്ലാട്ടോ ഈ സംഭവം. പിന്നെ ഇവിടെ സോപ്പ് ഉണ്ട്, നമുക്ക് പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു ഷേവിങ് കിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് വീണ്ടും ഒരു സോപ്പ് ഡിഷ് ഉണ്ട്. ആൻഡ് എനിക്കിതിൽ മനസ്സിലാവാത്തൊരു സംഭവം, ആക്ച്വലി എന്തിനാ ഈ ഗ്ലാസ് വെച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഐ ഡോണ്ട് നോ വൈ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. കാരണം എനിക്ക് അറിയാത്തോണ്ടാ സീരിയസ്ലി എന്തിനാ ഈ ഗ്ലാസ് ഇവിടെ ബാത്റൂമിൽ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും യൂസ് ഉണ്ടായിരിക്കും, എനിക്കറിയാത്തായിരിക്കാം മേ ബി. ആൻഡ് ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 2 മിറേഴ്സ് ഉണ്ട്. എനിക്ക് മിറേഴ്സ് കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിറേഴ്സിൽ ഇങ്ങനെ നോക്കി കുറെ നേരം വെറുതെ ഇരിക്കാൻ. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് ബാത്റൂമിൽ തന്നെ നമുക്ക് ടെലിഫോൺസ് അവൈലബിൾ ആണ്. സോ ഇറ്റ്സ് റിയലി വെരി നൈസ്. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ കോൾ ചെയ്യാമല്ലോ. സോ റിയലി വെരി നൈസ്. പിന്നെ ബാസ്ക്കറ്റ്സ്, പിന്നെ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബക്കറ്റ് കപ്സ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ദെൻ ഈ പ്ലാന്റ് നല്ല രസമല്ലേ. പിന്നെ ഇവിടെ ഷവർ ജെല്ലും അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. ഇപ്പൊ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് കുളിച്ചത്. അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോയി. ഇപ്പൊ സമയം ശരിക്കും ഏർലി മോർണിംഗ് 4 മണിയാട്ടോ. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് റെഡിയാവുന്ന വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം എല്ലാം നല്ല ഹറിബറി മോഡായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് 5 മണിക്ക് അമ്പലത്തിലെത്തണം. അങ്ങനെ നമ്മളിങ്ങനെ വെളുപ്പിന് 5 മണിക്ക്, 5 മണിയാണോ 4:30 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഐ തിങ്ക് ഇറ്റ്സ് 4:30, നമ്മളിങ്ങനെ നടക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിലോട്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ പോവാണ്. അങ്ങനെ നമ്മള് അമ്പലത്തിലെത്തി. ഇവിടെ ദൂരെ നിന്ന് തന്നെ അമ്പലം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ നമ്മള് കെട്ടൊക്കെ കഴിഞ്ഞു. അകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഷൂട്ടിങ് സംഭവങ്ങളൊന്നും എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും റൂമിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ ആയപ്പോൾ എന്തോ നമ്മൾ തിരിച്ചു വന്നു എന്ന് തോന്നുന്നു. സോ അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് റെഡി ആവണം കേട്ടോ. ഇനി നമുക്ക് മണ്ഡപത്തിലേക്ക് പോകണം. ഇവര് പുറത്ത് മണ്ഡപത്തിൽ വെച്ചിട്ട് കുറച്ച് പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ റെഡിയായി ബസ്സിൽ വന്നപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. വെറൈറ്റി ആകാൻ വേണ്ടി ഒരു കളർ സെലക്ട് ചെയ്തതാണ്. ഈ വണ്ടിയുടെ സീറ്റിന് വരെ എന്റെ കളറാണ്. കുഴപ്പമില്ല, കുറെ റീൽസ് വഴി എന്നെ പോലെ ഗതികെട്ട പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതങ്ങ് സഹിച്ചു. ഇതാണ് മണ്ഡപം. ഞാൻ എത്ര മണിക്ക് എത്തിയെന്ന് ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല. പുറത്തൊക്കെ നല്ല അടിപൊളി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കല്യാണ ചിക്കനും കല്യാണ പെണ്ണും. ഓഡിറ്റോറിയം ഈസ് റിയലി അമേസിങ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണൻ രാധയുടെ വൃന്ദാവനം ആ ഒരു തീമൊക്കെ ഓർമ്മ വന്നു. ഞാൻ സത്യത്തിൽ ഒരു മിഡ് ലെവൽ സീറ്റിലൊക്കെയാണ് ഇരുന്നത്. സോ എനിക്ക് ഭയങ്കര നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ സൂം ചെയ്ത് ഇതിന്റെ ഓരോ വാക്സ് ഇങ്ങനെ വീഡിയോ കൂടി നോക്കുകയാണ്. ഈ ഡാൻസ് കണ്ടിങ്ങനെ രസം പിടിച്ചു വരുമായിരുന്നു. അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് നമ്മളോട് സദ്യ കഴിക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നാണല്ലോ, നമുക്കിനി കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. സോ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. കുറച്ച് അൺഹാപ്പി ആയിരുന്നു. എന്നാലും നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. ഇവിടുത്തെ സദ്യ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. ഇവർ ആദ്യം തന്നെ നമുക്ക് ചോറിൻ്റെ സാമ്പാറൊക്കെ തരും. അങ്ങനെ അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത സദ്യ പോലെ അങ്ങനെയൊക്കെ തോന്നി. ഡിഫറെന്റ് ആയിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്തിനാ തന്നേന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോറിന്റെ കൂടെ എന്തായാലും കുറച്ച് കഴിച്ചു. ബട്ട് ഫുഡ് കൊള്ളാം. ബട്ട് ഇങ്ങനെ
തരുന്ന രീതികളൊക്കെ കുറച്ച് ഡിഫറെന്റാ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് സദ്യയില് ആദ്യം വിളമ്പുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനത്തെ ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഫുഡ് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങള് തിരിച്ച് ട്രെയിൻ കയറി. ഒരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഒരു ഇരിപ്പാണ് കേട്ടോ. എന്റെ മുഖം അത്ര ഓക്കെ അല്ല. എന്തോ ഭാഗ്യം അമ്മ എനിക്ക് ആദ്യമായിട്ടൊരു ചോക്ലേറ്റ് കേക്ക് നമ്മൾ ട്രെയിനിൽ നിന്ന് മേടിച്ചു തന്നു. സന്തോഷമായി. അങ്ങനെ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റി. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഓർത്തതിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലെന്ന്. അങ്ങനെ ഇതായിരുന്നു എന്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ.